ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്ലസ് ടു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 3 എലിമെന്ററി കാൽക്കുലസ് അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കിന്ന് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഡിഫറൻസിയേഷനും അതിന്റെ ആപ്ലിക്കേഷൻസും. ഇന്ന് നമുക്ക് ഇന്റഗ്രേഷനും അതിന്റെ ആപ്ലിക്കേഷൻസിനെയും കുറിച്ച് പഠിക്കാം. ഇന്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. Integration is the method of determining a function whose derivative is known. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്റഗ്രേഷൻ. ഇനി it also used to find the area bounded by the graph of the function under certain conditions. ചില നിശ്ചിത വ്യവസ്ഥകളിൽ ഒരു ഗ്രാഫ് പരിധിയുടെ ഏരിയ കണ്ടുപിടിക്കുന്നതിനും നമുക്ക് ഇന്റഗ്രേഷൻ ഉപയോഗിക്കാം. അടുത്ത കണ്ടീഷൻ നോക്കി. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മാത്തമെറ്റിക്കൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രോബബിലിറ്റി. മാത്തമെറ്റിക്കൽ സിറ്റുവേഷൻസിലും പ്രോബബിലിറ്റിയിലും ഇത് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ നോക്കിയേ ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. ഒരു ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇന്റഗ്രൽ, ഈ സിമ്പിളിനെ എങ്ങനെ റീഡ് ചെയ്യാം? ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. ദ സിമ്പിൾ ഫോർ ഇന്റഗ്രൽ ഈസ് എ സ്റ്റൈലിഷ് എസ്. നോക്കിയേ, ഇതൊരു സ്റ്റൈലിഷ് എസിനെ ഒന്ന് നീട്ടി വളച്ച് വരച്ചേക്കല്ലേ, ഒന്ന് നീട്ടി വളച്ച് വരയ്ക്കുന്നതാണ് എന്ത്? ഇന്റഗ്രൽ സിമ്പിൾ. ക്ലിയർ ആണല്ലോ. ഇന്റഗ്രൽ സിമ്പിൾ എങ്ങനെയാ വരയ്ക്കുന്നത്? എസിനെ ഒന്ന് നീട്ടി രണ്ട് സൈഡും ഒന്ന് ചരിച്ച് വരച്ചാൽ അതെന്തായി? ഇന്റഗ്രൽ സിമ്പിൾ. അപ്പൊ ഈ സിമ്പിളിനെ എന്താ പറയാ? ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. ക്ലിയർ ആണല്ലോ. ഇന്റഗ്രേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്റഗ്രേഷൻ ഈസ് ദി മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് ഈസ് നോൺ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്റഗ്രേഷൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ആൻ ഇന്റഗ്രൽ ഓഫ് 2x? 2xന്റെ ഇന്റഗ്രൽ എന്താണ്? അതിനു മുമ്പ് നമുക്ക് എന്തറിയാം? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് അറിയാം? 2x. ഇന്റഗ്രൽ ഓഫ് 2x എന്ന് പറയുന്നതും എക്സ് സ്ക്വയർ ആണ്. We know that derivative of x square is 2x, so an integral of 2x is x square. ഇതിന് നമുക്ക് എന്ത് പറയാം? Finding an integral is the reverse of finding a derivative. ഡെറിവേറ്റീവിന്റെ റിവേഴ്സ് ആണ് ഇന്റഗ്രൽ എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രൽ is the reverse of derivative. ഡെറിവേറ്റീവിന്റെ റിവേഴ്സ് ആണ് ഇന്റഗ്രൽ എന്ന് പറയാം. Therefore നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ 2x dx is equal to x square plus c. Integral 2x dx is equal to x square plus c. Clear ആണല്ലോ. ഇന്റഗ്രൽ 2x dx നമുക്ക് എന്താണ് കിട്ടിയത്? x square plus c. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി, എന്താണ് പ്ലസ് സി? വി റോട്ട് ദ ആൻസർ ആസ് എക്സ് സ്ക്വയർ ബട്ട് വൈ പ്ലസ് സി എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. ഈ എന്തിനാണ് ഇന്റഗ്രൽ 2x dx സമം എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് നമ്മൾ കൊടുത്തതെന്നൊരു സംശയം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോ അതിന്റെ ഇതെന്താ? സി എന്താണ്? ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. It is there because of all the functions whose derivative is 2x. നോക്കിയേ, x square plus 4. Derivative of x square plus 4 എന്താണ്? 2x. എന്തുകൊണ്ട്? Derivative of x square plus derivative of constant. Derivative of constant 0 ആണെന്നറിയാം. അപ്പോൾ derivative x square plus 4 എന്ത് തന്നെയാണ്? 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 6 എന്ത് തന്നെയാണ്? 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയറും എന്ത് തന്നെയാണ്? 2x. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3യും എന്ത് തന്നെയാണ്? 2x. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഈസ് 2x ആൻഡ് ദ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ പ്ലസ് 96 ഈസ് 2x ആൻഡ് സോ ഓൺ ബിക്കോസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. അപ്പോ നമുക്ക് അവിടെ ആ കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഇന്റഗ്രൽ 2x നമ്മൾ എന്താ പറയുക? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് ടേം അവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇന്റഗ്രൽ
ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി കൊടുക്കുന്നത്. സോ വെൻ വി റിവേഴ്സ് ദ ഓപ്പറേഷൻ, അതായത് ടു ഫൈൻഡ് ഇന്റഗ്രൽ, എപ്പോഴാണോ നമ്മൾ ഒരു ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്, വി ഓൺലി നോ 2x but there could have been a constant of any value. നമുക്ക് ആകെ അറിയാവുന്നത് ഡെറിവേറ്റീവ് ആയ 2x മാത്രമാണ്. അതുകൊണ്ട് ഫംഗ്ഷനിൽ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് സി കൊടുക്കുന്നത്. ആ പ്ലസ് സിയുടെ പേരെന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഫംഗ്ഷന്റെ കൂടെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലസ് സിയും കൂടെ ആഡ് ചെയ്ത് എഴുതണം. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഓൾസോ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ചില നിശ്ചിത വ്യവസ്ഥകളിൽ ഒരു ഗ്രാഫ് പരിധിയുടെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് ഇന്റഗ്രേഷൻ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇന്റഗ്രേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഏരിയാസ്, വോളിയംസ്, സെൻട്രൽ പോയിന്റ്സ് ആൻഡ് മെനി യൂസ്ഫുൾ തിങ്സ്. ഏരിയയുടെ കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് ഫൈൻഡിങ് ദ ഏരിയ അണ്ടർ ദ കർവ് ഓഫ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. ഇപ്പൊ നോക്കിയേ, y is equal to fx ന്റെ ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഈ ഷെയ്ഡഡ് റീജിയൺ ആണ് ഏരിയ അണ്ടർ ദ കർവ്. ഈ ഷെയ്ഡഡ് റീജിയൺ ആണ് ഏരിയ അണ്ടർ ദ കർവ്. y equal to fx ന്റെ ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ? ഈ ഷെയ്ഡഡ് റീജിയൺ, ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൺ ആണ് ഏരിയ അണ്ടർ ദ കർവ്. അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്റഗ്രേഷൻ ഉപയോഗിക്കാം. ഈ ഏരിയ എന്തായിരിക്കുമെന്ന് നോക്കാം. ഈ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ fx dx ആയിരിക്കും. ഈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ fx dx ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? d by dx of capital Fx സമം small fx. ഇന്റഗ്രൽ fx dx സമം capital Fx plus c, where c is a constant of integration. ഈ രണ്ട് ഇക്വേഷൻസും ആണ് നമ്മൾ തറവായി കാണാതെ പഠിക്കേണ്ടത്. d by dx of capital Fx സമം small fx, integral of small fx dx സമം capital Fx plus c, where c is a constant of integration. ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ മറന്നു പോകും. ഡിഫറെന്റ് ഫങ്ഷൻസ്, ദ ഡെറിവേറ്റീവ്സ് ആൻഡ് ഇന്റഗ്രൽ. ഫങ്ഷൻ k കോൺസ്റ്റന്റ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എന്താണ്? 0. ഇന്റഗ്രൽ ഓഫ് 0 dx അപ്പൊ എന്ത് വരും? k plus c. ഇനി അടുത്ത ഫംഗ്ഷൻ kx. ഡെറിവേറ്റീവ് ഓഫ് kx എന്താണ്? k. അപ്പൊ ഇന്റഗ്രൽ ഓഫ് k dx എന്ത് വരും? kx plus c. ഇനി x, ഫംഗ്ഷൻ x ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x എന്താണെന്നറിയാം? 1. ദെൻ ഇന്റഗ്രൽ ഓഫ് 1 dx എന്ത് വരും? x plus c. ഇനി അടുത്ത ഫംഗ്ഷൻ x raised to n plus 1 by n plus 1. What is derivative of x raised to n plus 1 by n plus 1? x raised to n. Then integral of x raised to n dx is equal to x raised to n plus 1 by n plus 1 plus c. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കി, ax plus b. ഡെറിവേറ്റീവ് ഓഫ് ax plus b എന്താ? a. ദെൻ ഇന്റഗ്രൽ ഓഫ് a dx സമം ax plus c. c എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് c യും ആവാം b യും ആവാം. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, ax square plus bx plus c. d by dx of ax square plus bx plus c എന്ത് വന്നു? 2ax plus b. Then integral of 2ax plus b dx എന്ത് വന്നു? ax square plus bx plus c. ക്ലിയർ ആണല്ലോ എല്ലാം? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ നോ ഇയർ പ്രോഗ്രസ്സിലെ 4 പ്രോബ്ലംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം ഏതാ? ഇന്റഗ്രൽ x raised to 6 dx. രണ്ടാമത്തെ പ്രോബ്ലം എന്താ? ഇന്റഗ്രൽ x cube plus 4 dx. മൂന്നാമത്തെ പ്രോബ്ലം ഏതാ? ഇന്റഗ്രൽ 1 minus 3x dx. നാലാമത്തെ പ്രോബ്ലം ഏതാ? ഇന്റഗ്രൽ x raised to 4 minus 2x plus 3 into dx. ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ dx അതിൽ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നത്. ഇനി നോക്കി ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ x raised to 6 dx. Therefore ഇന്റഗ്രൽ x raised to 6 dx സമം x raised to 6 plus 1 by 6 plus 1. എന്തുകൊണ്ട് അങ്ങനെ വന്നു?
നമുക്കറിയാം ഇന്റഗ്രൽ x raised to n dx ഈസ് ഈക്വൽ ടു x raised to n plus 1 by n plus 1 plus c ആണെന്നറിയാം. അപ്പൊ ഇവിടെ എന്ത് വന്നു? x raised to 6 plus 1 by 6 plus 1 ഈസ് ഈക്വൽ ടു x raised to 7 divided by 7 plus c. ക്ലിയർ ആയല്ലോ? ഇന്റഗ്രൽ x raised to 6 dx സമം x raised to 7 by 7 plus c. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഇന്റഗ്രൽ x cube plus 4 dx. Therefore ഇന്റഗ്രൽ x cube plus 4 dx നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ x cube dx plus ഇന്റഗ്രൽ 4 dx. ഇവിടെ x raised to n dx ന്റെ ഫോമിലാണ്. അതിനെന്ത് എഴുതാം? x raised to 3 plus 1 divided by 3 plus 1 plus 4 into ഇന്റഗ്രൽ 1 dx എന്താണ്? x 4x is equal to x raised to 4 by 4 plus 4x plus c. ലാസ്റ്റ് ഈ c കൊടുത്താൽ മതി. കേട്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x raised to 4 minus 2x plus 3 dx. ഇത് ചെയ്ത് നോക്കാം. ഇതിനാവശ്യമായ ഇക്വേഷൻസ് ഏതെല്ലാമാണ്? ഇന്റഗ്രൽ x raised to n dx സമം x raised to n plus 1 by n plus 1 plus c. ഇന്റഗ്രൽ k dx സമം kx plus c. ഇനി ചെയ്യാം. Therefore ഇന്റഗ്രൽ x raised to 4 minus 2x plus 3 dx is equal to, അതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ x raised to 4 dx minus 2 into ഇന്റഗ്രൽ x dx plus ഇന്റഗ്രൽ 3 dx is equal to ഇന്റഗ്രൽ x raised to 4 dx x raised to 4 plus 1 by 4 plus 1 minus 2 into ഇന്റഗ്രൽ x dx x raised to 1 plus 1 by 1 plus 1 plus ഇന്റഗ്രൽ 3 dx 3x is equal to x raised to 5 by 5 minus 2 into x square by 2 plus 3x plus c. ഇനി ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്താ ഉള്ളത്? x raised to 5 by 5 minus x square plus 3x plus c. ക്ലിയർ ആയല്ലോ? നമ്മൾ ഡിഫറൻസിയേഷനിൽ എക്കണോമിക്സിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതായത് മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ മാർജിനൽ റവന്യൂ അറിയാമെങ്കിൽ റവന്യൂ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്തുപയോഗിക്കാം? ഇന്റഗ്രേഷൻ. അതെങ്ങനെയാ? റവന്യൂ ഫംഗ്ഷൻ rx is equal to ഇന്റഗ്രൽ mr dx, where mr is the marginal revenue function. അതുപോലെ നമുക്കറിയാം if cx is the cost function ആണെങ്കിൽ d by dx of cx എന്താണ്? is known as marginal cost function. ഇനി marginal cost function തന്നാൽ cost function എങ്ങനെ കണ്ടുപിടിക്കാം? cost function cx is equal to ഇന്റഗ്രൽ mc dx. mc എന്ന് പറയുന്നത് എന്താണ്? marginal cost function. ഇനി അതുപോലെ പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിരുന്നാൽ മാർജിനൽ പ്രോഫിറ്റ് കാണാൻ നമുക്കറിയാം d by dx of px കണ്ടാൽ എന്ത് കിട്ടും? മാർജിനൽ പ്രോഫിറ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? മാർജിനൽ പ്രോഫിറ്റ് തന്നിരുന്നാൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? px is equal to ഇന്റഗ്രൽ mb dx, where mb is the marginal profit function. ഇതിൽ നിന്ന് ഒന്നുകൂടെ ക്ലിയർ ആയി. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് ആണ് ഇന്റഗ്രേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻ നമ്പർ 15 ഒന്ന് ചെയ്തു നോക്കാം. If marginal profit is 4 minus 6x, where x is the number of units of production, find the profit function. നോക്കാം. Solution. Given that marginal profit function, അതായത് എത്രയാ മാർജിനൽ പ്രോഫിറ്റ്? 4 minus 6x. Therefore profit function px is equal to integral mb dx. mb എന്താ? marginal profit function is equal to integral 4 minus 6x dx is equal to integral 4 dx minus 6 into integral x dx is equal to 4 into integral dx minus 6 into integral x dx എന്താ?
എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 6ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വന്നു 3x സ്ക്വയർ പ്ലസ് സി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 4x മൈനസ് 3x സ്ക്വയർ പ്ലസ് സി. ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്ന് പഠിക്കാം. എ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഹാസ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വാല്യൂസ്. ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ഉണ്ടാവും. In other words, there is an interval, closed interval AB, where A and B are called limits, bounds or boundaries, are put at the bottom and top of the integral symbol. Integral symbol നമുക്കറിയാലോ, ഈ ബോട്ടത്തിൽ എഴുതുന്നതാണ് ലോവർ ലിമിറ്റ്, ടോപ്പിൽ എഴുതുന്നതാണ് അപ്പർ ലിമിറ്റ്. ഇവിടെ നോക്കിയേ, y ഈക്വൽ ടു എഫ് എക്സിന്റെ കർവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കർവിന്റെ താഴെയുള്ള ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് ബി, എക്കും ബിക്കും ഇടയിൽ y ഈക്വൽ ടു എഫ് എക്സിന് താഴെയുള്ള ഏരിയ, അതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ, ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ. ഈ ഏരിയയെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ അണ്ടർ ദി കർവ് y ഈക്വൽ ടു എഫ് എക്സ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഇന്റഗ്രൽ 1 to 2 2x dx? ഇതെങ്ങനെ ചെയ്യും നോക്കാം. y ഈസ് ഈക്വൽ ടു 2x ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു 2x ന്റെ ഗ്രാഫ്. അപ്പോ ഇൻ ബിറ്റ്വീൻ 1 and 2, 1നും 2നും ഇടയിൽ y ഈക്വൽ ടു 2x അണ്ടറിലുള്ള ഏരിയ, അതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ, ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയ ആണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രൽ 1 to 2 2x dx എന്ന് പറയുന്നതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റീജിയൻ, ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇന്റഗ്രൽ 1 to 2 2x dx. ഇപ്പൊ y ഈക്വൽ ടു 2x ന്റെ ഗ്രാഫ് ആണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആണല്ലോ? ഈ ചെരിഞ്ഞ വര എന്ന് പറയുന്നതാണ് y ഈക്വൽ ടു 2x ന്റെ ഗ്രാഫ്. അത് വരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. ഇനി അതെങ്ങനെ ചെയ്യും നോക്കാം. ഇന്റഗ്രൽ 1 to 2 2x dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x dx നമുക്ക് എന്താണെന്ന് അറിയാം? എക്സ് സ്ക്വയർ, ലിമിറ്റ് 1 to 2. അപ്പൊ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. ഇവിടെ അപ്പർ ലിമിറ്റ്, വലിയ ലിമിറ്റ് ഏതാണ്? 2 സ്ക്വയർ മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ആദ്യം 2 കൊടുക്കുക, 2 സ്ക്വയർ മൈനസ് എക്സിന് പിന്നെ 1 കൊടുക്കുക, 1 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ? 4 മൈനസ് 1 എത്ര? 3. ക്ലിയർ ആയല്ലോ? ഇന്റഗ്രൽ 1 to 2 2x dx ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ഇന്റഗ്രൽ 1 to 2 x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 dx. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇന്റഗ്രൽ 1 to 2 fx dx സമം ഇന്റഗ്രൽ 1 to 2 x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 x സ്ക്വയർ dx മൈനസ് ഇന്റഗ്രൽ 1 to 2 2x dx പ്ലസ് ഇന്റഗ്രൽ 1 to 2 1 dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x സ്ക്വയർ dx എന്താ? s ക്യൂബ് ബൈ 3, ലിമിറ്റ് എന്താ? 1 to 2 മൈനസ് ഇന്റഗ്രൽ 2x dx എന്താ? x സ്ക്വയർ, ലിമിറ്റ് 1 to 2 പ്ലസ് ഇന്റഗ്രൽ 1 dx എന്താ? x, ലിമിറ്റ് 1 to 2. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ 1/3 കോൺസ്റ്റന്റ് ആണ്, പുട്ട് ഔട്ട് സൈഡ്. therefore 1/3 ഇൻറ്റു എക്സിന് ആദ്യം 2 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2 ക്യൂബ് മൈനസ് 1 ക്യൂബ് മൈനസ് ഓഫ്, ഇവിടെ എക്സിന് 2 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് അടുത്ത് 1 കൊടുക്കുക, 1 സ്ക്വയർ പ്ലസ് ഇവിടെ എക്സിന് 1 to 2 വരുമ്പോ ആദ്യം എക്സിന് 2 കൊടുക്കുക, 2 മൈനസ് 1. അപ്പർ ലിമിറ്റ് കൊടുത്തത് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തത്. ക്ലിയർ ആണല്ലോ? ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 2 ക്യൂബ് 8 മൈനസ് 1 ക്യൂബ് 1 മൈനസ് 2 സ്ക്വയർ 4 മൈനസ് 1 പ്ലസ് 2 മൈനസ് 1 1 2 minus 1 1 is equal to 1/3 into 8 minus 1 7 minus 4 minus 1 3 minus 3 plus 1. ഇനി 1/3 into 7 7/3 minus 3 plus 1 minus 2. 7/3 minus 2 എന്ന് പറയുന്നത് എത്രയാ? 1/3. 1/3 എന്ന് പറയുന്നത് 0.333. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഇന്റഗ്രൽ 1 to 2 fx dx എന്ത് കിട്ടി? 0.333. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.